ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ തൊടുപുഴയ്ക്ക് സ്വന്തം ജേക്കോ ഡയമണ്ട്സ് തൊടുപുഴ. പ്രചരണത്തിനിടയിലും പാമ്പിനെ പിടികൂടി കോട്ടപ്പടി പഞ്ചായത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി. 3-ാം വാർഡിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന ജുവൽ ജൂഡിയാണ് പാമ്പിനെ പിടികൂടിയത്. വോട്ട് പിടുത്തത്തിനിടയിൽ പാമ്പ് പിടിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട് കോതമംഗലത്ത്. കോട്ടപ്പടി പഞ്ചായത്തിലെ 3-ാം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ജുവൽ ജൂഡിയാണ് ആ താരം. കൊടും വിഷമുള്ള രാജവെമ്പാലയോ മൂർഖനോ വിഷമില്ലാത്തതോ എന്തുമായിക്കൊള്ളട്ടെ, പാമ്പെന്ന് കേട്ടാൽ ഉടൻ ജുവലിന് വിളിയെത്തും. ഏത് പാദയാത്രയിലും നാട്ടുകാരുടെ വിളി വന്നാൽ ജുവൽ ഉടൻ സ്ഥലത്തെത്തുകയും ചെയ്യും. ജുവലിന്റെ നാടായ കോട്ടപ്പടി ഒരു വനാതിർത്തി മേഖലയായതിനാൽ പാമ്പുകളും കാട്ടാനകളും മറ്റ് വന്യമൃഗങ്ങളും പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുന്നത് പതിവാണ്. വന്യമൃഗശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന നിരവധി സമരങ്ങളുടെ മുൻനിരയിൽ ജുവൽ ഉണ്ടായിരുന്നു. തൃക്കാരിയൂർ തുളശ്ശേരി കവലയ്ക്ക് സമീപം ഞാളുമഠം മധുസൂദനൻ നായരുടെ മുറ്റത്ത് രാത്രിയിൽ കണ്ട പെരുമ്പാമ്പിനെ പിടികൂടാൻ ജുവൽ എത്തിയത് തന്റെ പതിവ് സേവനത്തിനിടയിലായിരുന്നു. പാമ്പിനെ പിടികൂടുന്ന സ്ഥാനാർത്ഥിയെ കാണാൻ സ്ഥലത്ത് തടിച്ചുകൂടിയവർക്കും ഇത് കൗതുകമുണർത്തി. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഏത് സമയത്തായാലും പാമ്പോ കാട്ടാനയോ വന്നാൽ ഓടിയെത്താറുണ്ടെന്നും അതൊരു ബാധ്യതയായി കാണുന്നില്ലെന്നും നാട്ടുകാരുടെ അഭ്യർത്ഥന മാനിച്ചാണ് സ്ഥാനാർത്ഥിയായതെന്നും ജുവൽ പറഞ്ഞു. ഞാന് നിലവിൽ അവിടെ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് കൂടിയുണ്ട്. അപ്പൊ ഞാനിപ്പോ ശരിക്കും ഇലക്ഷൻ വർക്കിനിടയ്ക്കാണ് ഈ പാമ്പുകളി കേട്ടിട്ട് നമ്മൾ ഓടി വന്നത്. നാട്ടില് നമുക്ക് നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് തരുന്നത് കൊണ്ടും ജനങ്ങളുടെ ഒരു അഭ്യർത്ഥന മാനിച്ചിട്ടുമാണ് ഞാൻ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. കാരണം നമ്മൾ ഏത് പാതിരാത്രിക്കും ഏത് രാത്രിക്കും അല്ലെങ്കിൽ എന്താവശ്യത്തിന് വിളിച്ചാലും ആനയായിട്ടായിക്കോട്ടെ, പാമ്പായിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആശുപത്രി കേസ് ആയിക്കോട്ടെ, എന്ത് കാര്യത്തിലും നമ്മൾ അവിടെ ഓടി വരുന്ന ഒരു മെഷീൻ ആയതുകൊണ്ട് ജനങ്ങളുടെ ഒരു ശരിക്കും പിന്നെ അവരുടെ ഒരു അഭ്യർത്ഥന മാനിച്ചിട്ടാണ് ഞാൻ ഇവിടെ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് എന്നും 24x7 എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കൊറോണ സമയത്തായിക്കോട്ടെ, അതിനുശേഷം ഇങ്ങോട്ട് വെള്ളപ്പൊക്കത്തെ സമയത്തോട്ടെ എപ്പോഴും നമ്മൾ അവിടെ എല്ലാവിധ സഹായങ്ങൾക്കും നമ്മൾ മുമ്പിലുണ്ട്. ലക്ഷങ്ങളുടെ പ്രചരണവും വലിയ വാഗ്ദാനങ്ങളും ഒന്നുമില്ലെങ്കിലും ജനങ്ങളുടെ ജീവൻ രക്ഷിച്ച അനുഭവങ്ങളും ആത്മവിശ്വാസവുമായാണ് സേവനത്തിന്റെ തുടർച്ചയ്ക്കായി ജനാധിപത്യ പോരാട്ടത്തിന് ജുവൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.